യെസ്, ദിസ് ഇസ് മൈ ലാസ്റ്റ് ഫ്രീക്വൻസി എന്നൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഏത് രാജ്യത്തും സ്ട്രഗിൾ എന്ന് പറയുന്നത് ഉണ്ടാവും അല്ലേ. നമ്മൾ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലൂടെ പോയിട്ടാണ് നമ്മളൊരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സോണിൽ എത്തുന്നുണ്ടാവുള്ളൂ. കാരണം ഞാനൊക്കെ ശരിക്കും ഒരു സ്ട്രഗ്ലിംഗ് ഫാമിലിയിൽ തന്നെ വന്നിട്ടുള്ളതാണ്. നമ്മുടെ ദുബായിലുള്ള കമ്പ്യൂട്ടർ സ്ട്രീറ്റിലെ ഷോപ്സിൽ കയറി ഇറങ്ങി സെല് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ലൈക്ക് അതൊന്നും എനിക്കൊരു പ്രശ്നമായിരുന്നില്ല. ഐ ക്യാൻ ഓൾസോ ടെൽ സച്ച് സ്റ്റോറീസ്. എൻ്റെ ലൈഫിൽ അങ്ങനത്തെ സ്റ്റോറീസ് എനിക്ക് പറയാൻ പറ്റും. 22 വർഷമായി നമുക്കൊപ്പമുള്ള ശബ്ദം, നമ്മൾ കാണുന്ന മുഖം, വാർത്താ അവതാരകയായും ഒപ്പം ഇൻഫ്ലുവൻസറായും നമുക്കൊപ്പമുള്ള ഏറെ പ്രിയപ്പെട്ട സിന്ധു. സ്വാഗതം. താങ്ക് യു സോ മച്ച് ജസിത. സച്ച് എ പ്ലഷർ. ഇത്രയും നേരം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ? ഞാൻ പറഞ്ഞതുപോലെ 22 വർഷമായിട്ട് നമുക്കൊപ്പം ഉണ്ട്. 2003 തുടങ്ങുന്നു, റേഡിയോയുടെ ഭാഗമായിട്ട് തുടങ്ങുന്നു. പിന്നീട് ഹിറ്റ് FM ഒരു നീണ്ട 14 വർഷം. ആ സമയത്ത് തന്നെ അർജുമിതിനൊപ്പം ഏറ്റവും ദൈർഘ്യമേറിയ പരിപാടി അവതരിപ്പിച്ചതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിക്കുന്നു. പിന്നെ 2 റേഡിയോ സ്റ്റേഷനുകളുടെ മേധാവിയായി വരുന്നു. അതിനിടയിൽ ഓസ്ട്രേലിയക്ക് പോയിട്ട് തിരിച്ചു വരുന്നു. ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തനത്തിൽ നിന്നൊക്കെ മാറിയിട്ട് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു മേഖല. അപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞതിൽ തന്നെ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് റിയൽ എസ്റ്റേറ്റ് മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് മാറി ഈ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ? എനിക്ക് തോന്നുന്നു ഞാൻ മീഡിയയിലേക്ക് വന്നത് 2000-ലാണ്. 2000 കൈരളി ടെലിവിഷൻ ന്യൂസ് പ്രസൻറ്റർ ആയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം ഒരു 2020 വരെ 2 ഡെക്കേഡ് എന്ന് പറയുന്നത് വലിയൊരു കാലയളവാണല്ലേ. പിന്നെ അവിടെ നിന്ന് പതുക്കെ സ്ലോലി മാറേണ്ടി വന്നു. ലൈക്ക് 2020-ലാണ് ഞാൻ ഹിറ്റ് FM ൽ ഇറങ്ങുന്നത്. അതിനുശേഷം 1-2 റേഡിയോ സ്റ്റേഷൻ ഹെഡ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. പിന്നെ ഒരു മാറ്റം അനിവാര്യമാണ് എന്നൊരു ഘട്ടം എത്തും ചില സന്ദർഭങ്ങളിൽ. നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല അത്. ചില സമയത്ത് നമ്മൾ അങ്ങനെ വേറൊരു സെക്ടറിലേക്ക് മാറേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും. ഒരുപക്ഷെ നമുക്ക് ആ സെക്ടറിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇത് ഞാൻ ചൂസ് ചെയ്തതാണ്. ലൈക്ക് ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് മാറ്റിപ്പിടിക്കാം എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ ഓക്കെ, അത് എന്തുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ആയിക്കൂടാ. ഞാൻ 2020-ലാണ് ആദ്യമായിട്ട് റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷെ അന്ന് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അറിയാലോ, 2020 എന്ന് പറയുന്നത് കോവിഡ് സമയമായിരുന്നു. വല്ലാത്തൊരു ഫ്ലക്ച്വേഷൻസ് ആ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. അതായിരുന്നു റൈറ്റ് ടൈം എന്ന് പിന്നീട് നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നു എല്ലാവരും. കാരണം അന്ന് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, അന്ന് റിയൽ എസ്റ്റേറ്റിൽ എൻ്റർ ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പിന്നീട് ചിന്തിച്ചിരുന്നു. പക്ഷെ ആ ഒരു വല്ലാത്തൊരു ഫ്ലക്ച്വേഷൻ്റെ സമയത്താണ് ഫസ്റ്റ് തോട്ട് വന്നത്. പക്ഷെ അന്ന് എല്ലാം കൂടി സപ്പോർട്ടിങ് ഫാക്ടേഴ്സ് വളരെ കുറവായിരുന്നു. എൻ്റെ ആ ഒരു തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല, സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ 1-2 മാധ്യമങ്ങളൊക്കെ ട്രൈ ചെയ്തതിന് ശേഷം ഞാൻ വിചാരിച്ചു, യെസ്, ദിസ് ഇസ് മൈ ലാസ്റ്റ് ഫ്രീക്വൻസി എന്നൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ജസിതയ്ക്കും കൂടി അറിയുന്ന ഒരു സംഭവമാണ്. അതിനുശേഷം ഞാൻ വിചാരിച്ചു ഓക്കെ, ഐ എം ഡൺ വിത്ത് ദിസ്, ഇനി മറ്റൊരു സെക്ടർ നോക്കാം. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഒന്നിരുന്ന് ചിന്തിച്ചപ്പോൾ യെസ്, ഐ ക്യാൻ ഡു ഇറ്റ് എന്നൊരു ഫീൽ എനിക്ക് കിട്ടി. അങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് സെക്ടറിലേക്ക് വരുന്നത്. ഇപ്പോൾ UAE റിയൽ എസ്റ്റേറ്റ് പറയുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഏറ്റവും ആളുകൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇപ്പോൾ ദുബായിലൊരു വീട്, അത് തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല, ഇപ്പം പറഞ്ഞതുപോലെ ഒരു സ്ഥിരതയുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നു, അതിനൊരിക്കലും വില താഴേക്ക് പോവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇപ്പോൾ UAE മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ ഒരു വില? ദുബായ് റിയൽ എസ്റ്റേറ്റ് സെക്ടർ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെബിലൈസ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ച് വർഷങ്ങളെ ആവുന്നുള്ളൂ. അതായത് ഒരു 2008 അല്ലെങ്കിൽ ബിഫോർ റിസെഷനിൽ നമുക്ക് ഈ ഒരു ട്രാൻസ്പെറൻസിയോ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം എസ്പെഷ്യലി ആ ഒരു ഗ്ലോബൽ റിസെഷന് ശേഷം ദുബായ് മാർക്കറ്റിൽ, എസ്പെഷ്യലി റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന മാറ്റം എന്ന് പറയുന്നത് വലിയൊരു മാറ്റമാണ്. ഇന്ന് ഏതൊരാൾക്കും നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ലാസ്റ്റ് ട്രാൻസാക്ഷൻ നടന്നത് എങ്ങനെയാണ്. ഇപ്പോൾ റെൻ്റൽ ആവട്ടെ, നമ്മൾ റെൻ്റ് എടുക്കുന്ന സമയത്ത്, റെൻറ്റിനൊരു പ്രോപ്പർട്ടി നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റെൻ്റൽ ഇൻഡെക്സ് എന്താണ്, അവിടെ ഇപ്പോൾ കടന്നു പോകുന്ന മാർക്കറ്റ് വാല്യൂ എന്താണെന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഏതൊരാൾക്കും ദുബായ് റെസ്റ്റ് ആപ്പിലൂടെയോ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആ രീതിയിൽ ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ റെൻ്റലാണെങ്കിൽ നമുക്ക് വരുന്ന റെൻ്റൽ ഇൻക്രീസ്, അത് നമ്മുടെ ലാൻഡ് ലോഡ് അഡീഷണൽ ആയിട്ട് നമ്മുടെ ഇന്ന് ചാർജ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്കറിയാലോ, ഓരോ ക്യാപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഇത്ര ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇത്ര പെർസെൻറ്റേജ് ലോക്കൽ മാർക്കറ്റിൽ കൂടുതലാണെങ്കിൽ മാത്രമാണ് 5% കൂട്ടാൻ പറ്റും. അങ്ങനെ എല്ലാത്തിനും ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു മാനദണ്ഡം ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്ലോബലി ഈ ഒരു മാർക്കറ്റിലുള്ള കോൺഫിഡൻസ് ആളുകളുടെ വല്ലാതെ കൂടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ജസിത പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് വീട് വാങ്ങണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്കൊക്കെ വന്നിട്ട് എത്ര നാളായി? വളരെ കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഇവിടെ
വർക്ക് ചെയ്യുക, ഇവിടെ ഉണ്ടാക്കുന്ന നമ്മൾ ഉണ്ടാക്കുന്ന ഇൻകം നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറ്റാവുന്ന വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും. ദെൻ ആഫ്റ്റർ റിട്ടയർമെന്റ് ആയിരിക്കും നമ്മൾ വിചാരിക്കുന്ന ഒരു ലൈഫ് നമുക്ക് നാട്ടിൽ പോയിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുക. ആ സമയത്ത് ഹെൽത്ത് ഒരു പക്ഷെ നമ്മൾ അനുവദിക്കുന്നുണ്ടാവില്ല, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് നമ്മൾ വിചാരിച്ച നമ്മൾ സ്വപ്നം കണ്ട ഒരു ലൈഫ് സ്റ്റൈലിൽ പോകാനായിട്ട് നമ്മൾ സമ്മതിക്കുന്നുണ്ടാവില്ല. അപ്പൊ ലൈഫ് ഒരു സാക്രിഫൈസിലൂടെ പോകുന്ന ഒരു ജനറേഷനാണ്. ഒരു പക്ഷെ അതിന്റെ ഭാഗമായിരുന്നു നമ്മളൊക്കെ അല്ലെ. ഇപ്പോഴത്തെ ജനറേഷൻ എൻ്റർലി ഡിഫറെന്റ് ആണ്. നമ്മളാണ് അതിന്റെ ഒരു ലാസ്റ്റ് ജനറേഷൻ എന്ന് വേണം പറയാനായിട്ട്. ഇപ്പം മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ ലൈഫ് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന വിധത്തിൽ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകണം എന്നൊരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ അതിനനുകൂലമാകുന്ന വിധത്തിലുള്ള ഒരു രീതിയിലേക്കാണ് ഇവിടെ UAE മാർക്കറ്റ്, ദുബായ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ട്രാൻസ്പെറൻസി പറയുമ്പോൾ തന്നെയാണ് ഇവിടുത്തെ നിയമങ്ങൾ, കാരണം നമ്മുടെ പേരിലേക്ക് പ്രോപ്പർട്ടി വാങ്ങാം എന്നുള്ള രീതിയിലേക്ക് വന്നത് ഇതിനൊരു ബൂസ്റ്റ് ആയില്ലേ. യെസ്, ഒരു കാലഘട്ടത്തിലൊക്കെ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ആ രീതിയിൽ നിന്ന് മാറി. അതായത് ഇപ്പോൾ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് 2008, 2007 ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷാർജ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസിന്റെ ആ ഒരു കാറ്റഗറിയിലേക്ക് വന്നിട്ട് ഏതാനും വർഷങ്ങളേ ആകുന്നുള്ളൂ. 1-2 വർഷം മുൻപാണ് ഫസ്റ്റ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി ഷാർജ എമിറേറ്റിൽ അനൗൺസ് ചെയ്യുന്നത്. പക്ഷെ ദുബായ് അതിനൊക്കെ എത്രയോ മുന്നേ തന്നെ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ബജറ്റിനനുസരിച്ച് പ്രോപ്പർട്ടി വാങ്ങാം, ജനറേഷൻസ് ടു ജനറേഷൻസ് അത് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ ആഗോളതലത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം, ഇപ്പോൾ വേറെ ഫോറിൻ കൺട്രീസിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊരു സേഫസ്റ്റ് കൺട്രിയാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല നഗരമാണ് എന്നുള്ളത് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞു. നമ്മളിപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, ഏകദേശം നമ്മൾ പറയും ഓൾമോസ്റ്റ് 200 നാഷണാലിറ്റീസ് ഉള്ള ഒരു രാജ്യമാണ്. അതെ 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 UAE എന്ന് പറയുന്നത്, ദുബായ് എന്ന് പറയുന്ന ഈ ഒരു എമിറേറ്റ്. ഇവിടുത്തെ ഒരു സേഫ്റ്റിയുടെ ഫീച്ചേഴ്സ് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ എത്ര പേരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അപ്പാർട്ട്മെന്റ് ലോക്ക് ചെയ്ത് പോകുന്നത് അല്ലെ. ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു മെമ്പർ കീ എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ലോക്ക് ചെയ്യാതെ തന്നെ ഇറങ്ങിപ്പോരും. കാരണം അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അത്രയും സേഫ് ആണ്. നമ്മുടെ ഇപ്പോൾ കാറ് അൺലോക്ക്ഡ് ആയിട്ട് കിടക്കുകയാണെങ്കിലും ആരും അത് വന്ന് തുറന്ന് അതിലുള്ള ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ എടുത്ത് പോകുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നിങ്ങൾ എവിടെയെങ്കിലും മറന്നു വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് അത് ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ നമുക്ക് കിട്ടുമെന്നുള്ളത്. അത്രയും അഷ്വറൻസ് തരുന്ന ഒരു രാജ്യം കൂടിയാണിത്. അപ്പൊ അതൊക്കെ ദുബായ് എന്ന് പറയുന്ന രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വ്യത്യസ്ത നാഷണാലിറ്റീസിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. അത് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആവുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ വാടകയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ വാടക കൂടുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ റെന്റൽ ഇൻഡെക്സ് നോക്കിയിട്ട് നമുക്ക് എത്രത്തോളം കൂടുന്നു നമുക്ക് മനസ്സിലാക്കാം. എന്നാലും അത് കൂടുതലാണ്. നമ്മൾ നോക്കുമ്പോൾ സാധാരണ ഒരു എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഹൃദയമിടിപ്പ് കൂടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. മാത്രമല്ല ഇനിയിപ്പോൾ അങ്ങനെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ലാൻഡ് നിയമത്തിന് അനുസൃതമല്ലാതെയാണ് കൂട്ടിയതെന്ന് വെച്ച് നമുക്ക് അതിന് പരാതി കൊടുക്കാം, ഉറപ്പിക്കാൻ അങ്ങനത്തെ സൗകര്യങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ വാടക ഏത് സിനാരിയോ വരെ പോകും, അല്ലെങ്കിൽ എത്രത്തോളം കൂടും ഇനി അടുത്ത വർഷങ്ങളിലും അല്ലെങ്കിൽ വരും ദിവസങ്ങളിലും വാടക കൂടാവുന്ന ഒരു പ്രവണത തന്നെയാണോ ഇപ്പോൾ മാർക്കറ്റ്? തീർച്ചയായും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എസ്പെഷ്യലി നമ്മളിപ്പോൾ ദുബായ് ഇതൊരു വാസ്റ്റ് ഒരു ഏരിയ ആണ്. അതുകൊണ്ട് നമുക്ക് ദുബായ് ഫോക്കസ്ഡ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ആളുകളാണ് ദുബായിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. പോപ്പുലേഷൻ എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് ഡിമാൻഡ് കൂടും. അതിനനുസരിച്ച് സപ്ലൈ ഇല്ലെങ്കിൽ ഓഫ് കോഴ്സ് അത് റെന്റ് എന്ന് പറയുന്നത് കൂടാനാണ് സാധ്യത. ഞാനിപ്പോൾ പറഞ്ഞ പോലെ, ജസീത്ത പറഞ്ഞ പോലെ, ഞാൻ ഓസ്ട്രേലിയ പോയി വന്ന സമയത്ത് പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് അത് ഓപ്പൺ ആയി വിത്തിൻ 1 വീക്ക് കംപ്ലീറ്റ് ഒക്യുപ്പൈഡ് ആയി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു ഡിമാൻഡ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം 1 വീക്കിൽ ഫുള്ളി ഒക്യുപ്പൈഡ് ആയി ഓൾമോസ്റ്റ് 400 യൂണിറ്റ്സ് ഉള്ള ബിൽഡിങ്ങിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത്രയും പെട്ടെന്ന്. അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയധികം ഡിമാൻഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റെന്റ് കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ചെറുതായിട്ട് റെഗുലറൈസ്ഡ് ആവും 2025, 2026 ഫസ്റ്റ് ക്വാർട്ടർ എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. അറ്റ്ലീസ്റ്റ് റെഗുലറൈസ് ആവുകയാണെങ്കിൽ അധികം ഇൻക്രീസ് ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ ഇപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ നെക്സ്റ്റ് ഇയർ 5% ഇൻക്രീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ സ്വാഭാവികമായിട്ടും അത് കൂടുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് തന്നെ പറയുകയാണെങ്കിൽ ഇതാണ്. പിന്നെ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത, നിങ്ങൾ വാടക കൊടുക്കുന്ന പണത്തിന് നിങ്ങൾക്ക് ഇവിടെ ഒരു വീട് സ്വന്തമാക്കാം. പല റീലുകൾ പരസ്യങ്ങൾ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? ഇപ്പോൾ കോവിഡ് സമയത്താണെങ്കിൽ റെഡി ടു മൂവ് ഫ്ലാറ്റുകൾ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വാടക
വാടക കൊടുക്കണ്ട, അത് നമുക്ക് അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് പുതിയൊരു ഫ്ലാറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഫ്ലാറ്റിലേക്ക് മാറും. അപ്പൊ നമ്മളിവിടെ റെന്റ് കൊടുത്തോണ്ടിരുന്ന പണം മതി ഇത് വാങ്ങിക്കാം. പക്ഷെ ഇപ്പോഴത്തെ സംബന്ധിച്ച് റെഡി ടു മൂവ് ഫ്ലാറ്റുകൾ കുറവാണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ടാലും 1-2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടും. അല്ല, റെഡി ടു മൂവിന് ഉണ്ട് ആക്ച്വലി ജസിന്ത. ഇപ്പൊ ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളിപ്പോ കൊടുക്കുന്ന റെന്റിന് നിങ്ങളുടെ മോർഗേജ് പേ ചെയ്യാം എന്നുള്ളതാണ് വരുന്ന കേൾക്കുന്ന വാചകം അല്ലെ. അത് ആക്ച്വലി സത്യം തന്നെയാണ്. പക്ഷേ നമുക്കൊരു പ്രോപ്പർട്ടി ഓൺ ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ കയ്യിൽ കുറച്ച് ലിക്വിഡിറ്റി ഉണ്ടാവണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം മിനിമം ഒരു 20%, നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക, അതിന് ഒരു 20% ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് മാക്സിമം ആയിട്ടുള്ള ഒരു 80% മോർഗേജ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്ത് പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിലും ഒരു 20% ഡൗൺ പേയ്മെന്റ്, ദെൻ ഒരു 4% DLD, ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ രജിസ്ട്രേഷൻ ഫീ, ഇതിനുള്ള എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ കാണും. ദെൻ നിങ്ങൾക്ക് ഒരു മോർഗേജിന്റെ പ്രയർ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾ എന്താണോ കൊടുത്തുകൊണ്ടിരുന്ന റെന്റ് അത് നിങ്ങൾക്ക് മോർഗേജിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് താമസിക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് പിറകിലുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു 25% നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രോപ്പർട്ടിയുടെ 25% നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യാം. പിന്നെ വൈഡ് റേഞ്ച് ഓഫ് പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഈ അടുത്ത് വന്ന ഒരു റിക്വയർമെന്റ്, ഒരു ഇൻവെസ്റ്ററിന്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ 600 to 700K വരുന്ന വിധത്തിലുള്ള ഒരു പ്രോപ്പർട്ടി, റെഡി ടു മൂവ് ഇൻ പ്രോപ്പർട്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ നോക്കുമ്പോൾ യെസ്, അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസും അവൈലബിൾ ആണ്. അത് കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് കുറച്ചൊരു കോംപ്ലക്സ് സംഭവം തന്നെയാണ്. അതിനെ നമുക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ അനലൈസ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുത്ത് സേഫ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇത്രയും മാസത്തെ പരിചയം കൊണ്ട് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്ന ആളുകൾ അധികവും അടുത്ത എമിറേറ്റ്, ഇപ്പോൾ ഷാർജയിലും അജ്മാനിലൊക്കെ താമസിച്ച് അങ്ങനെ പോയി വന്നുകൊണ്ടിരുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ട്രാഫിക് സ്വാഭാവികമായിട്ട് ദുബായ് ടു ഷാർജ എന്ന് പറയുന്നത് ഏത് കാലത്തും നമുക്കൊരു ആ ഒരു പീക്ക് ടൈമിൽ നല്ല ട്രാഫിക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഇപ്പൊ ദുബായിൽ തന്നെ റെന്റ് കൊടുത്ത് താമസിക്കുക എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. അതും ഇവിടെ റെന്റ് കൂടാനൊരു കാരണമായി. ഓഫ് കോഴ്സ്. കാരണം പണ്ടത്തെ ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറി രാവിലെ 5 മണിക്ക് എണീറ്റ് 1.5-2 മണിക്കൂർ ട്രാഫിക്കിൽ കിടന്ന് ദുബായിലോ അല്ലെങ്കിൽ ദുബായ് സൗത്ത് ഏരിയയിലോ ജബലലിയിലോ വർക്ക് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഇപ്പോഴും അത്രയധികം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ട്രാഫിക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷെ കുറേയധികം പേര് ഇതിനേക്കാൾ ബെറ്റർ ആണ് കുറച്ചൊരു എമൗണ്ട് കൂടുതൽ കൊടുത്താലും ഈ ഒരു എമിറേറ്റിൽ തന്നെ താമസിക്കാം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട് കുറേയധികം പേര്. പിന്നെ ശരിക്കും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ഷാർജയിൽ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന് തന്നെ ഇവിടെ ദുബായ് എമിറേറ്റിൽ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ദുബായ് എമിറേറ്റിൽ തന്നെ ദുബായ് ലാൻഡ് ഏരിയ ഉണ്ട്. ആ ഏരിയയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബജറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് വാങ്ങാനാണെങ്കിലും റെന്റൽ ഓപ്ഷൻസ് ആണെങ്കിലും കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ദുബായ് സൗത്ത് പറഞ്ഞു, ഇപ്പോൾ പുതിയ വിമാനത്താവളം അൽ മക്തൂം വിമാനത്താവളം വരുന്നു. ദുബായ് ശരിക്കും ഇനി സൗത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്ന് മാറി എക്സ്പോയിലേക്ക് എല്ലാ ഇവന്റുകളും ഗൾഫ് ഫുഡ് അടക്കം ഓൾറെഡി അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ദുബായ് സൗത്തിലേക്ക് ദുബായ് മാറുകയാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. ഇതെന്താണെന്നറിയോ ജസ്, ഇത് നമ്മുടെ ഈ ദുബായിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു സിംഗിൾ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു സെക്ടർ ആയിട്ടല്ല റിയൽ എസ്റ്റേറ്റിനെ കാണുന്നത്. മൈക്രോ ഏരിയാസ് ഉണ്ടല്ലോ, അതായത് ഡൗൺ ടൗൺ ദുബായ്, ജബലലി, പാം ജബലലി, ദെൻ ദുബായ് ക്രീക്ക്, അതായത് കുറേ ഫ്രീ ഹോൾഡ് ഏരിയാസ് ഉണ്ടല്ലോ, ദെൻ ദുബായ് സിലിക്കൺ ഒയാസിസ്, ദുബായ് സൗത്ത് ഏരിയ, ഇതൊക്കെ ഡിഫറെന്റ് സോൺസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സോണിനും അതിൻ്റെതായ സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ എമിറേറ്റ്സ് ഹിൽസ്, പാം ജുമൈറ എന്ന് പറയുന്ന ഏരിയ അല്ലെങ്കിൽ പാം ജബലലി എന്ന് പറയുന്ന ഏരിയ കുറച്ചും കൂടി ഒരു ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആയിട്ട് നിൽക്കുമ്പോൾ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് കുറച്ചും കൂടി ഒരു ബജറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് പറ്റുന്ന സോണായിട്ട് നിൽക്കുന്നു. ദെൻ കുറച്ചും കൂടി ഗ്രോത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന, ഇനി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രോത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയ ആയിട്ട് ദുബായ് സൗത്ത് മാറുന്നു. അങ്ങനെ ഓരോ ഏരിയയ്ക്കും അതിൻ്റെതായ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, അതിൻ്റെതായ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ദുബായ് സൗത്ത് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്താലും ഡൗൺ ടൗൺ ദുബായിൽ എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഡിഫറെന്റ് തിങ് അല്ലേ. അല്ലെങ്കിൽ എമിറേറ്റ്സ് ഹിൽസിൽ ഞാനൊരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുകയാണെങ്കിൽ അതിന്റെ വാല്യൂ എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും. ഒരു പക്ഷേ നമ്മൾ പറയുകയാണെങ്കിൽ ഫ്ലിപ്പ്, അതായത് നമ്മൾ പറയും ഇത് വാങ്ങി സെല്ല് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിന് പറ്റുന്ന സോൺസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ദുബായ് സൗത്തിലാണ് നമ്മളിപ്പോൾ ഈ ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഓഫ് കോഴ്സ് മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എനിക്ക് വളരെ ഈസി ആയിട്ട് അത് സെല്ല് ചെയ്യാൻ പറ്റും മാർക്കറ്റിൽ. പക്ഷേ ഒരു പക്ഷേ ഡൗൺ ടൗൺ ദുബായ് ഞാൻ ആ രീതിയിലായിരിക്കില്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങനൊരു അനാലിസിസ് നടത്തുന്ന സമയത്താണ്. കാരണം എന്താണ് നിങ്ങളുടെ പർപ്പസ്? ഒരു എൻഡ് യൂസറായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും
നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഒരു 2 വർഷത്തിന് ശേഷം അതിന്റെ പ്രോഫിറ്റ് എടുക്കാൻ കണക്കാക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഡിഫറെന്റ് പ്രോസസ്സാണ്. അതിനുള്ള സോൺസും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ മൈക്രോ സോൺസ് ഞാൻ പറഞ്ഞ പോലെ ഡിഫറെന്റ് സോൺസ് നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ 10 ദിർഹത്തിനും ദുബായിൽ താമസിക്കാം, ഏറ്റവും ആഡംബരത്തിലും ജീവിക്കാം. അത് തന്നെയാണ് ശരിക്കും ഈ ദുബായ് അല്ലെങ്കിൽ UAE എന്നുള്ളൊരു രാജ്യത്തിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് വിസിറ്റ് വിസയിലെത്തി ജോലി അന്വേഷിച്ച് ചെറിയ ജോലിക്ക് കയറുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ വലിയ കോടീശ്വരന്മാർ ഇപ്പം റീസെന്റ് ആയിട്ടുള്ള ഒരു സർവേ വന്നത് ഏറ്റവും വിദേശ രാജ്യങ്ങളിലേക്കാളൊക്കെ പ്രിയപ്പെട്ട നഗരമായിട്ട് അല്ലെങ്കിൽ ഒരു സേഫസ്റ്റ് കൺട്രി എന്നുള്ള രീതിയിൽ UAE കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഒരു വ്യത്യാസവും കൂടി അതെ നമ്മളിപ്പോൾ പറയാണ് മറ്റു പല രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ റിസീവ് ചെയ്യുന്ന രാജ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് UAE ആണ്. ഇവിടേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ഫണ്ടമെന്റൽ ആയിട്ട് നിങ്ങൾ പറയില്ലേ 10-15 ലക്ഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ളതിന്റെ പ്രൂഫ് ഒന്നും നിങ്ങൾക്ക് കാണിക്കേണ്ടതില്ല. IELTS നിങ്ങൾക്ക് 8 or 9 സ്കോർ നിങ്ങൾക്ക് വേണമെന്നില്ല. നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് UAE. നമ്മളിപ്പോൾ ദുബായിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് രാജ്യത്തും സ്ട്രഗിൾ എന്ന് പറയുന്നത് ഉണ്ടാവും അല്ലേ. നമ്മൾ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലൂടെ പോയിട്ടാണ് നമ്മളൊരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സോണിൽ എത്തുന്നുണ്ടാവുള്ളൂ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ ഫുഡ് ഡെലിവറി ബോയ്സ് അവർക്ക് പ്രോപ്പറായിട്ടൊരു സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് അല്ല. സ്കിൽഡ് ആണെങ്കിലോ അൺസ്കിൽഡ് ആണെങ്കിലോ ഹൈലി പ്രൊഫഷണൽസ് ആണെങ്കിലോ എല്ലാവരെയും ഒരേപോലെ വെൽക്കം ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇത്. ഞാൻ ഓസ്ട്രേലിയയിൽ കുറച്ച് നാൾ ഏകദേശം എത്രയോ നാളത്തെ ഒരു പ്രിപ്പറേഷന് ശേഷമാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ദെൻ ഏതാനും മാസത്തിന് ശേഷം തിരിച്ചു വന്ന ഒരാളാണ് ഞാൻ. കാരണം അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ IELTS നിങ്ങൾക്കൊരു ഹയർ സ്കോർ വേണം അല്ലേ. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ കയ്യിൽ 20-50 അല്ലെങ്കിൽ 20-25 ലാക്സിൻ്റെ ഒരു നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് പോകാൻ പറ്റൂ. അവിടെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ നിങ്ങൾക്ക് ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് റുപ്പീസ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും അല്ലേ. എന്നാൽ മാത്രമാണ് ഇവിടെ ഞാൻ എഡ്യൂക്കേഷൻ്റെ കാര്യമല്ല പറയുന്നത്, പക്ഷെ ഇവിടെ വർക്ക് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രാജ്യത്ത് നിന്ന് വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്ക് ഹോം നിങ്ങളുടെ കുട്ടികളെ നല്ല സ്കൂളിൽ വിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം ആകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അവർക്കൊരു ബെറ്റർ ഫ്യൂച്ചർ കൊടുക്കാനായിട്ട് ഈ ഒരു ചെറിയ ജോലി കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. അതിന് നിങ്ങൾക്ക് എൻട്രി തരുന്ന ഒരു രാജ്യമാണ് UAE എന്ന് പറയുന്നത്. പിന്നെ ജസീദ പറഞ്ഞ പോലെ തന്നെ ഒരു 10 ദിർഹം ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യമുള്ള ഒരാളെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു വീടുണ്ട്, നിങ്ങൾ താമസിക്കുന്നുണ്ട്, ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് ഈ മാസം സ്പെൻഡ് ചെയ്യാൻ വളരെ കുറച്ച് എമൗണ്ട് നിങ്ങളുടെ കയ്യിലുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ആ ഒരു എമൗണ്ടിന് സർവൈവ് ചെയ്യാൻ പറ്റും, ഓക്കെ അല്ലേ. ആ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇന്ന് 1 മില്യൺ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് 1 മില്യൺ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി തരുന്ന രാജ്യമാണ്. ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, ഇവിടുത്തെ സേഫ്റ്റി, ഈ ഒരു രാജ്യം നൽകുന്ന സുരക്ഷ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 10 ദിർഹം പോക്കറ്റിലുള്ള ആൾക്കും 100 ദിർഹം പോക്കറ്റിലുള്ള ഒരാൾക്കും മൾട്ടി മില്യണയറിനും സുരക്ഷ ഒരേപോലെയാണ് അല്ലേ, സേഫ്റ്റി. മാത്രമല്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു സിന്ധുവിന് കുറച്ചുകൂടി ആധികാരികമായിട്ട് പറയാം, കാരണം ഓസ്ട്രേലിയയിൽ പോയിട്ട് തിരിച്ചു. ഓസ്ട്രേലിയ ഇസ് എ ബ്യൂട്ടിഫുൾ കൺട്രി. നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് അതിൻ്റെ ഒരു എന്താ പറയാ പനോരമിക് വ്യൂവും നാച്ചുറൽ ഇതൊക്കെ ഭയങ്കര നല്ലതാണ്. എയർ ക്വാളിറ്റിയും വാട്ടർ ക്വാളിറ്റിയും ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നും. പക്ഷെ നമ്മളവിടെ മിസ് ചെയ്യുന്നത് ഇതൊരു ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അവിടെ ഓസ്ട്രേലിയയിൽ നമുക്കൊരു ആഫ്റ്റർ 6 PM എല്ലാം സ്റ്റാൻഡ് സ്റ്റില്ലാണ്. നമ്മളെ പോലെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് അതൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മളെപ്പോഴും പറയും ദുബായ് നമ്മൾ സ്പോയിൽ ചെയ്തിരിക്കുകയാണെന്നൊക്കെ പറയും. നമ്മൾ ഇവിടുത്തെ സർവീസ് സെക്ടറിനോട്ട് കമ്പയർ ചെയ്യാനായിട്ട് വേറെ ഒരു രാജ്യത്തും പറ്റില്ല എന്നുള്ളതാണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സർവീസ് സെക്ടറാണ് ഇവിടെ ഉള്ളത്. ഏറ്റവും മികച്ച സർവീസ്, അത് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ഫുഡ് ഡെലിവറിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലേ, നമുക്ക് ഇവിടെ പോസിബിൾ ആണെന്നുള്ളതാണ്. പിന്നെ ആസ് എ ലേഡി, ഇപ്പോൾ ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ ആ ഒരു മാറ്റം ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ 22 വർഷമായിട്ട് UAEയിലുള്ള ഒരാളാണ്. ഒരു സ്ഥാപനത്തിൽ കോപ്പി റൈറ്റർ ആയിട്ടാണ് ജീവിതം തുടങ്ങിയത്. ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു ഇതുണ്ട്, ആ ഒരു യാത്ര ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റേഡിയോയിൽ ജോലി ചെയ്തു, അതിനുശേഷം ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിലേക്ക് വന്നു, ഓസ്ട്രേലിയയിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നു. ആ ഒരു ജേണി നോക്കുമ്പോൾ എന്താണ് സിന്ധുവിന് ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ UAEയിൽ ആസ് എ ലേഡി എന്നുള്ള രീതിയിൽ കരിയർ ബിൽഡ് ചെയ്തു. ഞാനിപ്പോൾ പണ്ട് ജസിത ഒരിക്കലും എൻ്റെ മനസ്സിൽ മൈഗ്രേറ്റ് ചെയ്യണം, അത് നമ്മൾക്കൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ. പഠിക്കുന്ന സമയത്ത് നമുക്ക് എവിടെ പോകണം എന്ന് ആലോചിച്ച് എൻ്റെ ആരെങ്കിലും എന്നോട് ചോദിച്ചിരുന്നു, ഞാൻ ഫസ്റ്റ് പറയാം US അല്ലെങ്കിൽ UK എന്നുള്ളത് തന്നെ പറയാം. ഒരിക്കലും ഗൾഫ് കൺട്രീസ് എൻ്റെ ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. തികച്ചും അവിചാരിതമായിട്ടാണ് ഒരു റേഡിയോയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദുബായിൽ വരുന്നത്. പക്ഷേ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില അവിചാരിതമായി സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കും എന്ന് പറഞ്ഞ പോലെയാണ്. എനിക്ക് പിന്നീട് ഞാൻ ഈ ഒരു രാജ്യമായിട്ട് പിന്നെ പലപ്പോഴും പല രാജ്യങ്ങളിലും ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനുള്ള
ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങോട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചെത്തണം ദുബായിലോട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഭയങ്കര ലക്ഷൂറിയസ് അൾട്രാ ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈൽ ഒന്നും അല്ല. നമ്മൾ വളരെ സാധാരണമായിട്ട് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലേ, നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നിട്ട് നമുക്ക് ഇവിടെ വരണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റിക്ക് ഒരു മാജിക് ഉണ്ട് അല്ലേ. നമുക്കിപ്പോൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ നാടിനെ കുറിച്ച് പറയുമ്പോൾ, ഓഫ് കോഴ്സ് വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ പോകണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, അവിടുത്തെ മഴ കാണണമെന്നുണ്ട്. പക്ഷെ അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരണം തോന്നും. അതിന്റെ കാരണം ഇത് തന്നെയാണ് അല്ലേ. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സുരക്ഷ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സെക്യൂരിറ്റി, നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇവിടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ജസീദയ്ക്ക് തോന്നിയിട്ടുണ്ട്, നല്ല റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ നാച്ചുറലി നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവും അല്ലേ. നമുക്ക് സേഫ് ആയിട്ട് വണ്ടി പറഞ്ഞ പോലെ ലോക്ക് ചെയ്യാതെ ഇട്ടിട്ട് പോകുന്നത് അത് വലിയൊരു കാര്യമാണ്. പിന്നെ നമ്മൾ സംസാരിച്ചപ്പോ പറഞ്ഞത് ഒരു ബ്രിഡ്ജ് ഇന്നലെ വരെ സ്വാഭാവികമാണ്. അതെ കാരണം ഇപ്പൊ ഞാൻ ഓസ്ട്രേലിയയിലായിരുന്ന സമയത്ത് ലൈഫ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഒരു പക്ഷെ ഇവിടുത്തെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് വന്ന് അവിടെ പോകുന്ന സമയത്ത് ശരിക്കും ഞങ്ങൾ 2 മാസം സ്ട്രഗിൾ ചെയ്തു. ഒരു പക്ഷെ ഇവിടെ ആയിരുന്നത് കൊണ്ടായിരിക്കാം ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ആയിട്ട് തോന്നിയത്. പക്ഷെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് നമ്മളിപ്പോ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതൊരിക്കലും തോന്നണം എന്നില്ല. അതൊക്കെ പേഴ്സൺ ടു പേഴ്സൺ നമ്മുടെ സാഹചര്യമൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കംഫർട്ടബിൾ ആവുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്നു, ഹാർഡ് വർക്കോട് കൂടി ഇപ്പം സിന്ധു ബിജു ഹാർഡ് വർക്കിന് ഇപ്പോഴും കുറവൊന്നുമില്ല, ഇപ്പോഴും നല്ല രീതിയിൽ അതല്ലേ വേണ്ടത്. കാരണം നമ്മൾ എപ്പോഴും ബിസി ആയിരിക്കുക എന്നതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷെ സിന്ധു ബിജു എന്ന് പറയുമ്പോൾ ആളുകൾ തിരിച്ചറിയുന്ന ഒരു രീതിയിലേക്ക് എത്തിപ്പെടുന്ന ആ ഒരു ജേണി എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ഹാർഡ് വർക്കിന് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ഹാർഡ് വർക്ക് അതിന് പുറകിലുണ്ടെങ്കിലും എങ്ങനെയാണ് എപ്പോഴും നമ്മൾ പറയാറുണ്ട് സ്ത്രീകൾക്ക് എപ്പോഴും ഒരു ഗ്ലാസ് സീലിംഗ്, അങ്ങനെ എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ ഈ ഇത്രയും കാലത്തിനിടയ്ക്ക് പല സ്ഥാപനങ്ങളിലും? ഒരു പക്ഷേ അതൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ തന്നെ, എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ ഇത് വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ പൊതുവെ എവിടെയും പറയാത്ത കാര്യമാണ്. കാരണം ഞാനൊക്കെ ശരിക്കും ഒരു സ്ട്രഗ്ലിംഗ് ഫാമിലിയിൽ തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഫണ്ടമെൻ്റലി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു മനസ്സിലുള്ളൊരു എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പേരൻസ് സേഫ് ആയിരിക്കണം, അവർക്ക് സേഫ്റ്റി കൊടുക്കാനായിട്ട് പറ്റണം, ഒരു സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റണം എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു. ഒരു പക്ഷേ ഞാനിപ്പോൾ മീഡിയ പേഴ്സൺ ആയിരുന്നിട്ട് കൂടി, ഞാൻ പറഞ്ഞില്ലേ കൈരളിയിലും ജീവൻ ടെലിവിഷനിലും ന്യൂസ് പ്രസൻറ്റർ ആയിട്ടാണ് ഞാൻ, അതിനുശേഷമാണ് ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ദെൻ കുറച്ച് നാൾ റേഡിയോയിൽ വർക്ക് ചെയ്ത് ഏകദേശം ഒരു 1-1.5 വർഷം ഞാൻ പിന്നെ ഒന്നും ചെയ്യാതിരുന്നൊരു കാലഘട്ടമുണ്ട്. ഒന്നും ചെയ്യാതിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ മീഡിയ അല്ലാതിരുന്നൊരു കാലഘട്ടമുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഡിഫറെൻറ്റ് കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിറ്ററലി ഒരു സെയിൽസ് പേഴ്സൺ പോലെ ഒരു ജർമ്മൻ കമ്പനിയുടെ പ്രോഡക്റ്റ്, IT പ്രോഡക്റ്റുമായിട്ട് നമ്മുടെ ദുബായിലുള്ള കമ്പ്യൂട്ടർ സ്ട്രീറ്റിലെ ഷോപ്സിൽ കയറി ഇറങ്ങി സെല് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ലൈക്ക് അതൊന്നും എനിക്കൊരു പ്രശ്നമായിരുന്നില്ല. കാരണം നമ്മൾ സാധാരണ പറയും പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് ആണ്, പക്ഷെ കമ്പി വളയ്ക്കുന്ന ജോലിയാണെന്നൊക്കെ നമ്മൾ പലരും പറയുന്നത് കേൾക്കുമ്പോൾ ചില സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഐ ക്യാൻ ഓൾസോ ടെൽ സച്ച് സ്റ്റോറീസ്. എൻ്റെ ലൈഫിൽ അങ്ങനത്തെ സ്റ്റോറീസ് എനിക്ക് പറയാൻ പറ്റും. അത് ഭയങ്കര നല്ലൊരു കാര്യമല്ലേ. നമ്മുടെ ഇത്രയും കാലഘട്ടത്തിനിടയിൽ നമ്മൾ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തു, പല കാര്യങ്ങളും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആസ് എ പേഴ്സൺ നമ്മളെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാണ് അല്ലേ. അതുകൊണ്ട് എനിക്ക് അതിനൊരു മോശമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഡിഫറെൻറ്റ് കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഓഫീസ് അഡ്മിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ അറേബ്യൻ റേഡിയോ നെറ്റ്വർക്ക് പോലുള്ളൊരു കമ്പനിയിൽ ദെൻ വീണ്ടും മീഡിയയിലേക്ക് റീജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ 1.5 വർഷം ഒരു പക്ഷേ ഡിഫറെൻറ്റ് സെക്ടറിൽ ഒരു 3-4 കമ്പനീസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പൊതുവെ ബാക്കിയുള്ള സെക്ടറിൽ എന്താണ് നടക്കുന്നതെന്നും അവിടുത്തെ ലൈഫിൻ്റെ സ്ട്രഗിൾ എന്താണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. അത് പിന്നീടുള്ള ലൈഫിൽ ഉപകാരപ്പെട്ടില്ലേ? ഓഫ് കോഴ്സ്. അതുകൊണ്ട് എന്താണെന്നറിയോ, നമുക്ക് മറ്റുള്ളവരുടെ സ്ട്രഗിൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അതൊക്കെ നമ്മുടെ സ്റ്റോറീസ് കടന്നു വരുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ഒരു സ്ട്രഗിൾ കാണുമ്പോൾ മാറി നിൽക്കാതെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്തരത്തിലുള്ള സ്ട്രഗ്ലിംഗ് ഫേസിലൂടെ പോയതുകൊണ്ടാണ് അല്ലേ. അല്ലെങ്കിൽ നമുക്കറിയാത്തൊരു കാര്യം മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മൾ സ്ട്രഗ്ലിംഗ് ഒരു ഫേസിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് മറ്റൊരാൾ സ്ട്രഗ്ലിംഗ് ഒരു സ്റ്റോറി പറയുമ്പോൾ നമുക്ക് ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റും. അതെ, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് വന്നല്ലോ, ഒട്ടും എളുപ്പമാവില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. എങ്കിലും ചോദിക്കണം, അപ്പോൾ അങ്ങനെ ഒരു മാറ്റം വന്നപ്പോൾ നേരത്തെ പറഞ്ഞു ഒട്ടും ഈസി ആയിരിക്കില്ല എന്നുള്ളത് എനിക്ക് അറിയുന്നു. എങ്ങനെയാണ് ഇപ്പോൾ കുറച്ചു കാലേ ആയിട്ടുള്ളൂ, എങ്ങനെയാണ് ഈ ഒരു ഏജിൽ നമ്മൾ പറയില്ലേ, നമ്മൾ ഓരോ ഏജിങ് പ്രോസസ്സിൽ നമ്മൾ കുറച്ചും കൂടി റിജിഡ് ആയിക്കൊണ്ടിരിക്കും എന്ന് പറയും പൊതുവെ അല്ലേ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ നിന്ന് മാറി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വർക്കിൽ അവിടെ ഓടി നടന്ന്
ഇറ്റ്സ് നോട്ട് ഈസി, ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് എനിക്ക് ഈസി അല്ല എന്ന് ചില ദിവസങ്ങളിലൊക്കെ തോന്നുമെങ്കിലും മറ്റുള്ളവർ പറയുമ്പോഴാണ് ഓ അത്രയും ബുദ്ധിമുട്ടാണോ എന്ന് എനിക്ക് തോന്നാം. കാരണം ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് സംസാരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, സിന്ധു ആക്ച്വലി നിന്നെ സമ്മതിക്കണം കേട്ടോ, ഇത്രയും നാൾ മീഡിയയിൽ, കാരണം മീഡിയ സെൻറ്ററിൽ ഡിഫറെൻറ്റ് അല്ലേ ഒരു ഫീൽഡാണ്. കാരണം ഇവിടെ എസ്പെഷ്യലി ദുബായിൽ നമുക്കറിയാം നമുക്ക് കിട്ടുന്ന സ്നേഹം, നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റ്, നമുക്ക് കിട്ടുന്ന ഒരു പ്രയോറിറ്റി ഉണ്ട്, സീരിയസ്ലി ഉണ്ട് അല്ലേ. നമ്മൾ അതൊക്കെ അനുഭവിക്കുന്ന ഒരാൾക്കാരാണ് അല്ലേ. നമുക്കിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഗ്യാതറിങ്ങിൽ പോകുമ്പോൾ നമ്മളോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അങ്ങനെ ആഗ്രഹിക്കും. നമുക്കൊരു പ്രയോറിറ്റി കിട്ടണം, നമുക്കൊരു സ്നേഹം കിട്ടണം, നമുക്ക് റെസ്പെക്റ്റ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതാണ് അല്ലേ. പക്ഷേ അതൊന്നും ഇല്ലാത്തൊരു സെക്ടറായിരിക്കും റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. കാരണം ആയിരക്കണക്കിന് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ഈ പ്രിവിലേജസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ കയറി ചെല്ലുന്നത്. പക്ഷേ നമ്മൾ ഇത്രയും നാള് ഇൻഡസ്ട്രിയിൽ നമ്മൾ അറിയുന്ന ആ മലയാളി പോപ്പുലേഷൻ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് അത് നമുക്ക് ഈ ഏത് സെക്ടറിലാണെങ്കിലും നമുക്ക് റീപ്പ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ ക്രിയേറ്റ് ചെയ്ത ക്രെഡിബിലിറ്റി, നമ്മൾ ഇത്രയും നാൾ ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ആ ഒരു വാല്യൂ ഉണ്ടല്ലോ, ദാറ്റ് വിൽ സ്പീക്ക് ഫോർ us. ലൈക്ക് സീരിയസ്ലി എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു റെസ്പെക്റ്റ് നമുക്ക് അതുകൊണ്ട് തന്നെ ആക്സസ് കൂടി തുടങ്ങും. ഒരു പക്ഷേ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഡെവലപ്പറിൻ്റെ ഓഫീസിൽ മലയാളികളില്ലാത്ത കമ്പനീസൊക്കെ കുറവാണ് അല്ലേ, നമുക്ക് ഈസി ആക്സസ് വളരെ ഈസി ആയിട്ട്, ഒരു പക്ഷേ സാധാരണ ഒരു ബ്രോക്കർ പോകുന്നതിനേക്കാൾ ഈസി ആയിട്ട് സിന്ധു ബിജു എന്ന് പറയുന്ന മീഡിയ പേഴ്സണ് ചെറിയൊരു സപ്പോർട്ട് സിസ്റ്റം അവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെക്ടറിൽ ഒരു സിംഗിൾ പേഴ്സൺ ചെയ്യുന്ന വർക്കിനേക്കാൾ ഉപരി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഒരു കൊളാബറേഷനാണ്. കാരണം ഡിഫറെൻറ്റ് കമ്പനീസ് ആയിട്ടുള്ള കൊളാബറേഷൻസ്, ഡിഫറെൻറ്റ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് ആയിട്ടുള്ള കൊളാബറേഷൻസ്. അപ്പോൾ എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയ വിധത്തിൽ ഒരു ഡീല് നടക്കുകയാണെങ്കിൽ ഇറ്റ്സ് റിയലി ഗുഡ് അല്ലേ. അത് ആ ഒരു പോളിസി എങ്ങനെയോ എൻ്റെ മനസ്സിൽ വന്നു, അതാണ് എന്നെ ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ടറിൽ ശരിക്കും ആക്റ്റീവായിട്ടൊരു 4-5 മാസമായിട്ടുള്ളൂ എന്ന് പറയാം. മെയിലാണ് നമ്മൾ കമ്പനി ഫോം ചെയ്യുന്നത്. പക്ഷേ ഈ 4-5 മാസം കൊണ്ട് ഈ ഒരു ഫോമാറ്റ് ലൈക്ക് കൊളാബറേഷൻസ്, നമ്മുടെ ഈ സെക്ടറിലുള്ള പരിചയമുള്ള ആളുകളുമായിട്ടുള്ള ഒരുമിച്ചുള്ള പ്രവർത്തനം നല്ല രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഏത് ജോലിയാണ് എന്നുള്ളതല്ലല്ലോ, നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കൂടിയല്ലേ. അത് എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിട്ട്, അത് എനിക്കിപ്പോൾ ഒരു ഡീല് നടന്നാൽ എനിക്ക് മാത്രമല്ല അതിൽ ഏതെങ്കിലും തരത്തിലുള്ള റെഫറൻസ് ജസീത്തയുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ജസീത്തയ്ക്കും അത് ബെനിഫിഷ്യൽ ആണ്. ആ രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പം മാധ്യമരംഗം പൂർണ്ണമായിട്ടും വിട്ടോ എങ്ങനെയാണ്? സീരിയസ്ലി എനിക്കിപ്പോൾ സോഷ്യൽ മീഡിയ ആണ്, ഞാൻ ഒരു 2020 ശേഷമാണ് ഞാൻ സോഷ്യൽ മീഡിയ ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷം പക്ഷെ കുറച്ച് നാളായിട്ട് നോക്കുകയാണെങ്കിൽ ലിറ്ററലി അതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ്. അതിന് സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഒരു പക്ഷെ രാവിലെ 8 മണി മുതൽ നമ്മൾ ഇത്തരത്തിലുള്ള ഫോളോ അപ്പ് കോൾസും അല്ലെങ്കിൽ കോൾസും ഒക്കെ വരും. അങ്ങനെയൊക്കെ എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോഴും അവിടെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമുക്കറിയാം നമ്മൾ വെറുതെ റാൻഡം ആയിട്ട് വന്നിരുന്ന് മൈക്ക് ഓൺ ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമല്ല അല്ലേ. നമ്മളിപ്പോൾ ഒരു കാര്യം ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം, അതിന്റെ മിസ്റ്റേക്സ് ഇല്ലാതെ നമുക്കത് അതെ. അപ്പൊ അതിനുള്ളൊരു സമയം കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് മാറി നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇനി അവസാനമായിട്ട് എന്തായാലും റിയൽ എസ്റ്റേറ്റുമായിട്ടുള്ള പറഞ്ഞു തുടങ്ങിയത്, നമ്മളെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വാടകയാണെങ്കിലും വീട് എടുക്കുന്നതാണെങ്കിലും ഒക്കെ എന്തായാലും UAE അല്ലെങ്കിൽ ദുബായ് എന്നുള്ളത് മുന്നോട്ട് തന്നെയാണ്. റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ച് ഇനിയും ഒരു ബൂം തന്നെയാണോ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും. എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ നമുക്ക് എല്ലാവർക്കും ഏത് സെക്ടറിൽ ഇപ്പോൾ ഏത് ഇതിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ സ്കെപ്റ്റിക്കലാണ്. അതിപ്പോൾ ഷെയർ മാർക്കറ്റ് ആണെങ്കിലും റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ആണെങ്കിലും നമുക്ക് 100% യെസ് നമുക്ക് പ്രോഫിറ്റബിൾ ആണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇവിടെ ദുബായ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിന് എന്തൊക്കെയാണ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദുബായ് എന്ന് പറയുന്ന ഈ ഒരു എമിറേറ്റ് അല്ലെങ്കിൽ UAE എന്ന് പറയുന്ന രാജ്യം എത്രത്തോളം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് നമുക്കറിയാം അല്ലേ. അർബൻ പ്ലാൻ 2030 then 2040 ഓരോ സമയത്തും എന്തൊക്കെ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് ധാരണയുള്ള ഒരു രാജ്യമാണ് ഇത് അല്ലേ. അത് ധാരണ മാത്രമല്ല, നമുക്കറിയാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് ഓരോന്നും ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഓരോ മാറ്റങ്ങളും ഗോൾഡൻ വിസ ആണെങ്കിലും റിമോട്ട് വർക്ക് വിസ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ സമയത്തും വളരെ പ്ലാൻഡ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ പറയും, അതായത് ഇവിടുത്തെ ഒരു വിന്റർ ക്യാപിറ്റൽ ആയിട്ടാണ് പൊതുവെ യൂറോപ്യൻ കൺട്രീസിലുള്ള എല്ലാവരും ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ആ വിന്റർ സമയത്ത് അവിടുത്തെ എന്താ പറയുക ഫ്രീസിംഗ് ആയിട്ടുള്ള ഒരു ഇതിന്ന് എസ്കേപ്പ് ചെയ്ത് ഇവിടെ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ വിന്റർ ആണ് നമുക്ക് അല്ലെ. മിക്കതും യൂറോപ്യൻസ് ഇവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. ദെൻ ആഫ്രിക്കനെയും ഏഷ്യൻ റീജിയനെയും നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ഹബ്ബായിട്ട് അവരെല്ലാവരും കൺസിഡർ ചെയ്യുന്നത് ദുബായ് UAE-നെയാണ്. അപ്പോൾ ഇത്തരം ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ
ഈ ഒരു രാജ്യത്തിലേക്കുള്ള ആളുകളുടെ വരവും അത് മൾട്ടി മില്ലനേഴ്സും മാത്രമല്ല ജോലി അന്വേഷിച്ച് സർവൈവലിന് വേണ്ടി വരുന്നവരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ദുബായ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊജക്ഷൻ അനുസരിച്ച് പറയുന്നത് 2040 ആവുമ്പോൾ 5.8 മില്യൺ ആളുകൾ ഇവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇത്രയും ആളുകൾ വരുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിന് അത് ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇവിടുത്തെ ഓരോ ഡെവലപ്മെൻറ്റ്സും ഈ ഒരു മാർക്കറ്റിൻ്റെ ക്രെഡിബിലിറ്റിയും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സെക്ടറാക്കി മാറ്റാനുള്ള ഒരു വിഷൻ ഇവിടുത്തെ റൂളേഴ്സും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ പറയാറുണ്ട് ജനഗണമന കേൾക്കുമ്പോൾ നമുക്ക് അറിയാതെ നമുക്കൊരു പ്രൗഡാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഒരു വർഷമാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ വർഷങ്ങളോളം താമസിച്ചവരാണെങ്കിലും ഈഷിബില്ലാതെ ഇവിടെ ദേശീയഗാനം കേൾക്കുമ്പോൾ അത് നമ്മുടേതാണെന്ന് ആ ഒരു തോന്നൽ ഉണ്ടാക്കി എടുക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയല്ലേ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു വിജയം. ഇപ്പം നമ്മളിപ്പോൾ നാട്ടിലുള്ളവർ നമ്മളത് പറയുമ്പം അവർക്ക് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല, പക്ഷെ ഇവിടെ താമസിച്ചവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലേ? വെരി ട്രൂ. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്ത് പണ്ട് ആളുകൾ എല്ലാവരും എന്താണെന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന ഇൻകം മൊത്തം നാട്ടിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു അതിൽ നിന്നൊക്കെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. കാരണം ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണിത്. നമുക്ക് തന്നെ അറിയാലോ കഴിഞ്ഞ ഒരു 20 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു 15 വർഷത്തിൽ UAE-ലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താന്ന് വിറ്റ്നസ് ചെയ്തവരാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്തിനു വേണ്ടെന്ന് വെക്കണം? അതാണ് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം അല്ലേ. നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ ഒന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഒരുപക്ഷെ നമുക്ക് എന്താ പറയുക 5 മില്യണോ 2 മില്യണോ ഒന്നും സ്പെൻഡ് ചെയ്യണം, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ രാജ്യം നൽകുന്നുണ്ട്. ഈവൻ മൾട്ടിപ്പിൾ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പം നിങ്ങളിപ്പോൾ 1-2 പേര് ചേർന്ന് നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി വാങ്ങാം. ആ രീതിയിലും നിങ്ങൾക്ക് വാങ്ങാം. അതായത് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളൂ. നമ്മൾ കണ്ണ് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നുള്ളതാണ്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ കേട്ടതാണ് UAE അവസാനിച്ചു. എപ്പോഴും കേൾക്കുന്നത് ഏത് സമയത്തും 20-30 വർഷം കഴിഞ്ഞാലും അത് തന്നെ കേൾക്കും. അതെ. ഒരു ചെറിയൊരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ജസീദ, നമ്മളിപ്പോൾ പറയും ദൈറ ഏത് രീതിയിലായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. ദെൻ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് ദൈറ എൻറിച്ച്മെന്റ് പ്രോജക്റ്റ് വന്നത്. ആ ഒരു ഏരിയ ഇപ്പോൾ കംപ്ലീറ്റ്ലി മാറി. ഈവൻ സന സിഗ്നലിന്റെ അവിടെ എത്രത്തോളം കൺജസ്റ്റഡ് ആയിരുന്നു, ദൈറയിലേക്കുള്ള ആ ഒരു ട്രാഫിക് എത്രത്തോളം കൺജസ്റ്റഡ് ആണ് നമുക്കറിയാം. ഇപ്പോൾ അണ്ടർപാസും ദെൻ ഓവർ ബ്രിഡ്ജും ഒക്കെ വന്നതിന് ശേഷം എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റാത്ത ഇടങ്ങളിൽ പോലും അൺബിലീവബിൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൊണ്ടുവരുന്ന ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. അതെ, എല്ലാ ഇൻഫിനിറ്റി ബ്രിഡ്ജൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മളൊക്കെ ആലോചിക്കുന്ന കാര്യമാണ്. അൺബിലീവബിൾ ആണ്. ഒരു 10-15 വർഷം മുന്നേ ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കാനും കൂടി പറ്റിയത്. നമുക്ക് അതിനുള്ള സ്പേസ് ആ ഒരു ഏരിയയിൽ ഉണ്ടെന്ന് പോലും നമ്മൾ ഇമാജിൻ ചെയ്തിട്ടില്ല അല്ലേ? അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ടായിരുന്നു പിന്നീട് അതിലൂടെ പോകുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട്. ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇപ്പൊ കരാമയെ സംബന്ധിച്ച് കാർ ഫ്രീ സിറ്റി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം ആണ് ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നമുക്ക് എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്നുള്ളത് മാത്രമാണ് ചിന്തിക്കുന്നത്. എത്രത്തോളം സസ്റ്റൈനബിൾ ആവാം, എത്രത്തോളം ഫ്യൂച്ചറിസ്റ്റിക് ആവാം, ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അൽഖുദ്ര ഏരിയ, ദുബായ് ലാൻഡ് ഏരിയ നമ്മളിപ്പോൾ നോക്കുമ്പോൾ പണ്ടൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ഗ്ലോബൽ വില്ലേജ് ഒക്കെ എത്രത്തോളം അകലെയായിരുന്നു. നമുക്കത് തോന്നുന്നില്ല. കാരണം അത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ പറയില്ലേ 1.5 വർഷത്തിന് ശേഷം എന്നല്ല നമ്മൾ പറയാം, 1.5 മാസത്തിന് ശേഷം എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതും കൂടി നമ്മൾ അല്ലേ ആ രീതിയിലാണ്. അത്രയും ഫാസ്റ്റ് ആണ് ഇവിടെ നടക്കുന്ന ഓരോ മാറ്റങ്ങളും എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഇനിയും UAE എന്ന് പറയുന്ന ഈ ഒരു രാജ്യം തണലാകട്ടെ. എന്തായാലും താങ്ക് യു. നമ്മളെ പോലുള്ളവരാണ് ഇതിന്റെ സ്പോക്സ് പേഴ്സൺസ്. നമ്മുടെ ജീവിതത്തിൽ നിന്നാണ് പറയുന്നത്, അനുഭവത്തിൽ നിന്ന് തന്നെയാണല്ലോ. അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു. മൈ പ്ലഷർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.